ഹായ്, വെൽക്കം ടു KGS ചാനൽ. നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സർലാസ് മീൻസ് ഒരു സലാഡ് തയ്യാറാക്കി വെക്കാം. അതിന് ഞാനിപ്പോൾ ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു ക്യാരറ്റ്, ഒരു കുക്കുംബർ, പിന്നെ കുറച്ച് പുതിന ലീവ്സ്, പിന്നെ കുറച്ച് ഉപ്പും വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ഇട്ടിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ 2 കേർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹിമാലയൻ പിങ്ക് സോൾട്ടാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കിങ് ഫിഷാണ്. 1 കിലോ കിങ് ഫിഷാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ 4 പേരാണുള്ളത്, അതുകൊണ്ട് 2 പീസ് വെച്ച് കളർ. ഇതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് താജ് ഹിന്ദിൻ്റെ ബസ്മതി റൈസാണ്. ഇത് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് എടുത്ത് കഴുകി വെച്ചേക്കുന്നതാണ്. ഓക്കെ, ഇനി ഫിഷ് മസാല ഉണ്ടാക്കാം. സ്പൂൺ ചില്ലി പൗഡർ, സ്പൂൺ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് മിക്സ് ചെയ്യാൻ പോയിട്ട് നീര് ഇല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ അല്ലെങ്കിൽ ഓയിലിൽ ചുരുക്കിയാൽ വേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊരു 5 മിനിറ്റ് വെക്കാം. നമ്മൾ എടുത്തേക്കുന്നത് 5 സവോള ചെറുതായി അരിഞ്ഞതാണ്. ഓക്കെ, നല്ല നൈസായിട്ട് അരിയണം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് തിരുമ്പി വയ്ക്കുക. അത് അടച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കണ്ണിരിയില്ല. ഓക്കെ, പിന്നെ ഇതിൽ 3 തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് 3 ടീസ്പൂൺ കിട്ടുന്ന രീതിയിൽ നമ്മൾ പച്ചമുളക് അരച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ 20 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പൈസിനെസ് അനുസരിച്ച് കുറച്ച് നിങ്ങളുടെ എത്ര സ്പൈസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച്. പിന്നെ യൂഷ്വലായിട്ട് മല്ലിയില, വെളിച്ചെണ്ണ അല്ല, ഇതിൽ സൺഫ്ലവർ ഓയിലാണുള്ളത്. വെളിച്ചെണ്ണ കൊടുക്കുന്ന ടേസ്റ്റി ആയിരിക്കും. 5 സവോള മുറിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനൊരു 4 സവോളോളം ഇതിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് റൈസ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പച്ചമുളക്. ഇത് ബാലൻസ് വയ്ക്കുന്നതെല്ലാം നമുക്ക് ബിരിയാണിയിൽ ഇടാവുന്നതാണ്, റൈസിൽ ഇടാവുന്നതാണ്. 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതൊന്നുകൂടി മിക്സാക്കി കൊടുക്കാം. അതിൻ്റെ ആ പച്ചക്കുത്ത് പച്ചമണ ഉണ്ടാവും, അത് മാറുന്ന നേരെ പച്ചക്കുത്ത് മാറി വരുമ്പോൾ നമുക്ക് ഉപ്പ് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച് ടൊമാറ്റോ ചേർക്കും. മസാല റെഡിയായിട്ടുണ്ട്. ഫിഷും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ബാലൻസ് ഉണ്ടാകുന്ന ഇത് വറുത്ത് ഈ കപ്പിൽ 2 കപ്പ് ബിരിയാണി. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നാണ് ജീരകശാല അരി എടുക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് ബസ്മതി റൈസ് ആയതുകൊണ്ട് ഇത് വലിയ അരിയാണ്. അപ്പോൾ നമുക്ക് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം പ്ലസ് ഒരു 3/4 കപ്പ് വെള്ളം കൂടി യൂസ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് റൈസ് ഇടാം.
കാഷ്യൂ മുന്തിരി അതൊന്നും ഇടുന്നില്ല അമ്മ. ജസ്റ്റ് അവൈലബിളായ ഇത് വെച്ചിട്ട് എങ്ങനെ ഇത്രയും പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബാച്ചലർ റൂമിൻ്റെ ഒക്കെ എല്ലാ സാധനങ്ങളും മേടിച്ച് ബിരിയാണിൻ്റെ കാര്യം അത്രയും മെനക്കെടില്ല. അപ്പോൾ നമുക്ക് ഇത് എടുക്കുന്ന സമയത്ത് തുടങ്ങി. എടുത്തിട്ട് ഗ്യാസ് സ്റ്റവിൽ സിമ്മിലിടാം. ഇതിനെപ്പോലെ വെച്ചിട്ട് അടച്ചേക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പരന്ന് മാത്രം വെച്ചിട്ട് 15-20 മിനിറ്റ് കഴിയുമ്പോൾ എടുക്കാം.